വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. PSC LGS എക്സാം മാതൃകയിൽ നടത്തിയ ഈ എക്സാം, അതായത് LGS സിലബസ് പോലെയുള്ള ഒരു അറ്റൻഡർ എക്സാം ആണ് അത്. അപ്പോൾ വളരെ ഉപകാരമാവും. നിങ്ങൾ LGS എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാവും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ലാഹോർ സമ്മേളനം, ലാഹോർ INC അല്ലെ, അതിൽ ശരിയല്ലാത്തത് ഏത്? എന്താണ്? ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ഇത് തെറ്റാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതും സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചതൊക്കെ ലാഹോർ INCയുടെ പ്രത്യേകതകളാണ് അല്ലെ. ഇനി അടുത്തത്: ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതെല്ലാം? ഖേദ സത്യാഗ്രഹവും ചമ്പാരൻ സത്യാഗ്രഹവും, ചമ്പാരൻ സമരം, ഖേദ സമരം ഒക്കെ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് എന്ന് ഓർക്കണം. അടുത്തത്: ക്യാബിനറ്റ് മിഷനിൽ അംഗമില്ലാതിരുന്ന വ്യക്തികൾ ആരെല്ലാം? അംഗമല്ലാതിരുന്നത്: മൗണ്ട് ബാറ്റൻ അംഗമല്ല, ഇർവിൻ പ്രഭു അംഗമല്ല. മൗണ്ട് ബാറ്റനും ഇർവിൻ പ്രഭുവും എവിടെ അംഗമല്ല? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ല എന്ന് ഓർക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത: സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന, ബന്ധമില്ലാത്ത പ്രസ്താവന എന്താണ്? രണ്ട് മാത്രമാണ്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അപ്പൊ 1798 വർഷം ഓർക്കണം. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ എന്താണ്? കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തും. അപ്പൊ ആരാണ് സൈനിക സഹായ വ്യവസ്ഥയുടെ വ്യക്തി? ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. ആരല്ല? കഴ്സൺ പ്രഭു അല്ല എന്ന് ഓർത്തുവെക്കുക. അഞ്ചാമത്തെ ചോദ്യം എന്താണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ആരുടെയൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ്. അടുത്തത്: ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ കടം കൊണ്ടത്? അയർലൻഡിൽ നിന്നാണ്. അടുത്തത്: സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാണ്? മണിപ്പൂരാണ്. അടുത്തത്: ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്തത്: ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയത് ആരാണ്? രാജസ്ഥാനാണ്. ആരാണ്? രാജസ്ഥാൻ. അടുത്ത: താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ ആർക്കാണ് അവകാശമുള്ളത്? പാർലമെന്റിനാണ്. ആർക്കാണ് അവകാശം? പാർലമെന്റിനാണ് അവകാശം. അടുത്ത ചോദ്യം ഏതാണ്? അതായത് താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ്. വൈക്കം സത്യാഗ്രഹം ഏതാ? TK മാധവൻ ശരിയാണ്. പാലിയം സത്യാഗ്രഹം ആരാണ്? വക്കം അബ്ദുൽ ഖാദർ തെറ്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹം കേളപ്പൻ ശരിയാണ് അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹം ആരാണ്? കേളപ്പൻ. അപ്പോ തെറ്റ് ഏതാണ്? പാലിയം സത്യാഗ്രഹമാണ് തെറ്റ് അല്ലെ. ഇനി അടുത്തത് 12. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമിയുടെ രചനകൾ ഏതാണ്? ചട്ടമ്പി സ്വാമിയുടെ രചനകൾ ഏതാണ്? ഒന്ന് വേദാധികാര നിരൂപണം, അടുത്തത് ആദിഭാഷ. ഇതൊക്കെ ചട്ടമ്പി സ്വാമിയുടെ രചനകളാണ്. അടുത്തത് ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏതെല്ലാമാണ്? ഏതാണ്? അതായത് ഒന്ന് എന്താ പറയാ, കോവിലകത്തും വാതുക്കൽ ശരിയാണ്. രണ്ട് തൃശൂർ പൂരം ആരംഭിച്ചത് ശരിയാണ്. കൂടൽമാണിക്യം ക്ഷേത്രം പുതുക്കി പണിതത് ശരിയാണ്. കുളച്ചൽ യുദ്ധം തെറ്റാണ് അല്ലെ. അടുത്തത് സമത്വ സമാജം. ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചത്? സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. അടുത്തത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ശരി. 1721 നടന്നുവെന്ന് ശരി. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു, അതൊക്കെ ശരിയാണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം: 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായത് ആരാണ്? ഫ്രാൻസ് ആണ്.
അടുത്ത കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ എവിടെയാണ്? ഇടുക്കിയിലാണ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ബാർലി ഒരു റാബി വിളയാണ്, അപ്പൊ അത് തെറ്റാണ് അല്ലെ. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 1998 മെയ് 17-നാണ്. അടുത്തത് 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? പെരുംകുളം. ഏതിനെയാണ്? പെരുംകുളമാണ്. അടുത്ത ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? 101-ാം ഭേദഗതിയാണ്. അടുത്തത്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് എന്ത് നമ്മുടെ ഹരിത വിപ്ലവത്തിന് നേതൃത്വം കുറിച്ചത്. അടുത്തത്, 15-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? NK സിംഗ് ആണ്. അപ്പൊ 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയയാണ്. ആരാണ്? അരവിന്ദ് പനഗരിയയാണ് 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഏതാണ് ശരിയായത്? പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15-ന് നിലവിൽ വന്നു. ശരിയാണ്. അടുത്തത് നോക്കൂ, പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് എന്നത് ശരിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1 എന്നുള്ളത് ശരിയാണ്. അടുത്തത് ഏതാണ്? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ് എന്നുള്ളത് ശരിയാണ്. അപ്പൊ താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? 1, 2, 3, 4 ഒക്കെ ശരിയാണ് അല്ലെ. അടുത്ത ചോദ്യം നോക്കൂ, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്ന് ഓർക്കുക. വെസ്റ്റ് ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? കണ്ടൽ വനങ്ങളാണ്. അടുത്തത്, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഏതാണ്? നർമ്മദ നദിയാണ്. അടുത്ത ചോദ്യം, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയുമാണ്. അടുത്ത ചോദ്യം ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്ക് നിരക്കുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ഇനി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 2 ചോദ്യം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 744 ആണ്. അടുത്തത്, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാടാണ് അല്ലെ. അടുത്തത്, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അടുത്തത്, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, ചെങ്കുളല്ല ശരിക്കും ചെങ്കുളാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? നൂറനാടിനെയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? വെള്ളായണി കായലാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയാണ്. അടുത്തത്, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയണോസ്ഫിയർ ആണ്. നീതി ആയോഗ് നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. പ്രധാനമന്ത്രിയാണ് നിയമിക്കുക. അടുത്ത ചോദ്യം ഏതാണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അടുത്തത്, വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോന്റേതാണ്. നെക്സ്റ്റ് വൺ ഏതാണ്?
എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. അടുത്തത് 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രകൃതി മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്തിനാണ്? രാജ്യത്ത് 5G സേവനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററിന്റെ പേര് എന്താണ്? പ്രജന്റ് എന്നാണ് അതിന്റെ പേര്. അടുത്തത്, വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയുടെ പേര് എന്താണ്? നൂറുമേനി എന്നാണ്. അടുത്തത്, വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് പറയുന്നത്. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത ഉണ്ടാകുന്നു. ഇത് രണ്ടും ശരിയാണ്. മനുഷ്യനിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? സ്റ്റേപ്പീസ് എന്നാണ് മനുഷ്യരിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? തെന്മല. കഴിഞ്ഞ ദിവസം ഈ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദ്യം തന്നെ ഉണ്ടായിരുന്നു അല്ലെ. ഇനി അടുത്തത്, നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് ഏതിനെയാണ്? വൃക്കയെയാണ്. അടുത്തത്, 2022 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സ്വാന്തേ പേബോ. ആർക്കാണ്? സ്വാന്തേ പേബോ, അദ്ദേഹത്തിനാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം എന്താണ്? നമ്മുടെ കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ് കുനോ നാഷണൽ പാർക്ക്. രാസസമവാക്യങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? എന്താണ് ചോദ്യം? എന്താണ്? രാസസമവാക്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സമീകരിക്കപ്പെടുമ്പോൾ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? ഏത് ഗുണമാണ്? പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടിക ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ ആണ്. അടുത്തത്, താഴെ പറയുന്ന പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അടുത്ത ചോദ്യം ഏതാണ്? ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നും ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചു. താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ്? ഏതാണ് ഗുണം? ജഡത്വം. ഏതു ഗുണമാണ്? ജഡത്വ ഗുണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറാക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നവയിൽ ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ഏതാണ് അതിന്റെ പേര്? എല്ലാവർക്കും അറിയാലേ, ആദിത്യ. എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദ്യം. 8 ദിവസം കൊണ്ടാണ് കൊതുകിന്റെ മുട്ട വിരിയുക. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ് എന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനമാണ് ജനീവ. അടുത്ത, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? തലയോട്ടിയിലെ സന്ധി. താഴെ പറയുന്നവയിൽ നിന്ന് വിസർജന അവയവം തിരഞ്ഞെടുക്കുക. ഏതാണ്? വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? മനുഷ്യനാണ്. ഹൃദയത്തിൽ 4 അറകളുള്ള താഴെ തന്നിരിക്കലുള്ള ജീവി. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി, അത് പുതിയത് വന്നിട്ട് വേണം, നമുക്ക് പിന്നീട് പഠിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി ആണ്. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണ്? താലോലം എന്നാണ്. മനുഷ്യ ശരീരത്തില് എത്ര അസ്ഥികൾ ഉണ്ട്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ് അല്ലെ. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഏതാണ്? ബ്ലഡ് പ്രഷർ ആണ്. ജലദോഷത്തിന് കാരണമാകുന്ന ജീവി ഏതാണ്? വൈറസ് ആണ്.
കോളറയ്ക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയയാണ്. അപ്പൊ 80 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്, 80 എണ്ണം അല്ലെ. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇത് LGS മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്നുള്ളത്. അപ്പോ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് ക്വസ്റ്റ്യനും ആൻസറും വളരെ ഭംഗിയായിട്ട് കേട്ട് പഠിച്ചു വെക്കുക കേട്ടോ.